അസ്സലാമു അലൈക്കും. ഫൈസൽ കടക്കലിൻ്റെ റീൽസ് ഒന്ന് കണ്ടു നോക്കൂ. ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് എന്ന് വെച്ചാൽ മുഖത്ത് എന്ത് പറ്റിയെന്നാണ്. ഇത് ജനിച്ചപ്പോ തന്നെ ഉള്ളതാണ് ഗൈസ്, അല്ല പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചതൊന്നുമല്ല. അപ്പൊ അള്ളാഹു എനിക്ക് തന്നു, ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു, അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആയിരിക്കാം. നിങ്ങൾ സുന്ദരനാണ്, കാരണം നിങ്ങളിൽ ഞാനെന്ന ഭാവമില്ല. ഉള്ളത് വിനയവും പടച്ചവനോടുള്ള വിധേയത്വവും മാത്രം. നിങ്ങൾ സന്തോഷവാനാണ്, സംതൃപ്തനും. അള്ളാഹു എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിൽ പരിഭവമില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ വിജയിയായി. പുട്ടിയുടെ മുഖവും ചായമടിച്ച ചുണ്ടുകളും അല്പവസ്ത്രവുമൊക്കെ മാന്യതയുടെയും സൗന്ദര്യത്തിൻ്റെയും അളവ് കോലുകളാകുന്ന ഒരു കാലത്തിരുന്ന് മനുഷ്യരെ പാപത്തിൻ്റെ പാട്ടുകുഴിയിലേക്ക് വലിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയോട് പൊരുതി നിൽക്കാൻ വേണ്ടത് ഈ ചങ്കൂറ്റമാണ്. തുടർന്നും ഇങ്ങനെയായിരിക്കാൻ പടച്ചറബ് താങ്കൾക്ക് ശക്തി നൽകട്ടെ. നിങ്ങൾ യൂസഫ് നബിയുടെ കഥയിട്ടിരിക്കാം. യൂസഫ് നബി അലൈഹി സ്വലാം കടന്നു വന്നപ്പോൾ പച്ചക്കറി മുറിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ കൈവിരൽ മുറിച്ചുപോയി, അവരറിയാതെ. അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു യൂസഫ് നബിക്ക്. പക്ഷേ യൂസഫ് നബിയുടെ നിറത്തെക്കുറിച്ചോ മുടിയുടെ നിറത്തെക്കുറിച്ചോ ഉയരത്തെക്കുറിച്ചോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടപ്പോൾ അവിടെ ഏകനായിരുന്ന യൂസഫ് നബി ശാന്തനായിരിക്കുന്നു. ആരെയും ചീത്ത പറയുന്നില്ല, ഒരിക്കലും തളരുന്നില്ല. അവിടെ പടച്ചറബിനെ ഓർത്ത് വളരെ ശാന്തതയോടെ ഇരിക്കുന്ന യൂസഫ് നബിയുടെ ശാന്തതയാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം. അടച്ചിട്ട മുറിയിൽ തെറ്റിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അവിടെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പായിരുന്നിട്ടും പടച്ചറബെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്താലെ തെറ്റിൽ നിന്നും തിരിഞ്ഞോടുന്ന യൂസഫ് നബിയാണ് നമ്മൾ കാണുന്നത്. അവിടെ തെറ്റ് ചെയ്യാതിരിക്കുന്നുള്ള മനധൈര്യമാണ് യൂസഫ് നബിയുടെ സൗന്ദര്യമായിരുന്നത്. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ ഏകാന്തവാസം ഒരു ശാപമായി വിചാരിക്കാതെ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും അറിവ് നേടുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യൂസഫ് നബിയുടെ ആത്മവിശ്വാസത്തെയാണ് നമ്മൾ കാണുന്നത്. ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം. തൻ്റെ കയ്യിൽ എല്ലാ അധികാരവും ശക്തിയും എല്ലാമുള്ള സമയത്താണ് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ സഹോദരന്മാരെ യൂസഫ് നബി കാണുന്നത്. അദ്ദേഹത്തിന് അവരെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ അവരോട് ക്ഷമിക്കുകയും പടച്ചവനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യൂസഫ് നബിയുടെ ക്ഷമാശീലത, നല്ല മനസ്സാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമായിരുന്നത്. സൗന്ദര്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം